വെൽക്കം ടു ഉഷാസ് കുട്ടി ലോകം. അപ്പോൾ നമ്മൾ കേരള കുംഭമേളയുടെ കാര്യങ്ങളല്ലേ. ഞാൻ പ്രയാഗ്രാജിൽ പോയായിരുന്നു. അപ്പോൾ ആ പ്രയാഗ്രാജിലത്തെ കുറച്ച് വിശേഷങ്ങൾ ഞാൻ പറയാം എന്ന് വിചാരിച്ചു. അവിടെ പോയിട്ട് സ്നാനം ചെയ്തു. ഗംഗാകട്ടലും ത്രിമൂർത്തി സംഗമത്തിൽ അവിടെ സ്നാനം ചെയ്തു. അപ്പോൾ ഇത് അവിടുത്തെ ഡിജിറ്റൽ കുംഭ് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്, ഇൻട്രാക്റ്റീവ് സെഷനാണ്. അപ്പോൾ അതിന് നമുക്കൊരു 50 റുപ്പീസ് കൊടുക്കണം. അപ്പോൾ അത് കുറച്ച് ദൂരെയാണ് ഇതൊക്കെ, ബട്ട് അതൊക്കെ എനിക്ക് കാണാൻ പറ്റി, അതാണ് കാര്യം. അച്ഛനും അമ്മയും ഞാനും ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എന്താ പറയുക, ഫ്ലൈറ്റ് കയറി അങ്ങനെ അവിടേക്കാണ് എത്തിയത്. എനിക്ക് ഈ കുംഭമേളയുടെ അതേ സംഭവം തന്നെ അവിടെയും കിട്ടി. അപ്പോൾ അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ കുറച്ച് സാധനങ്ങൾ, എന്തായാലും പ്രൊഡക്ട്സ് കൊണ്ടുപോയി. സ്വാമിജിമാർ കാണാൻ പറ്റി. അപ്പോൾ അതൊരു ഭയങ്കര ബ്ലെസ്സിങ് പോലെ എനിക്ക് തോന്നി. അപ്പോൾ അത് കാണാം നിങ്ങൾക്ക്. ഞാൻ ഷോർട്സ് ആയിട്ടൊക്കെ ഇട്ടായിരുന്നു. ഇത് ഞങ്ങൾ എന്നിട്ട് കാർ എടുത്തിട്ടാണ് നമ്മൾ ഇപ്രാവശ്യം. ഇന്നലെയായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. തിരുനാവായയിലാണ്, നാവാമുകുന്ദൻ ടെമ്പിളിൽ വെച്ചിട്ട്, വിഷ്ണുവിൻ്റെ ടെമ്പിളാണ്. അപ്പോൾ പോണ വഴിക്ക് ഞാൻ ഒരു വീഡിയോ ഇങ്ങനെ എടുത്തു. നമ്മൾ ഒരു ഒരു 2 മണിക്കൂർ എടുത്തായിരുന്നു അങ്ങോട്ട് എത്താൻ. ആൻഡ് ഞാൻ അവിടെ എത്തിയിട്ട് അപ്പോൾ ഞാൻ ഈ കവാടം കണ്ടു. അപ്പോൾ ഈ തോട്ട് ഒരു വീഡിയോ എടുക്കാം എന്ന് വിചാരിച്ച്. നല്ലൊരു ഇതായിരുന്നു ശരിക്കും. എന്താ പറയുക, ആർച്ച് അത് കണ്ടാൽ ശരിക്കും നമുക്ക് ആ ഒരു ഫീലിംഗ് തോന്നും. ശരിക്കും അവിടെ എത്തിയ ഫീലിംഗ് പോലെയാണ്, പ്രയാഗ്രാജിലൊക്കെ എത്തിയ പോലത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു ശരിക്കും പറയാൻ വെച്ചാൽ. അപ്പോൾ ആ കറക്റ്റ് സമയത്ത്, നമ്മൾ എത്തിയ സമയത്ത് ഗവർണർ വന്നായിരുന്നു. അപ്പോൾ ഗവർണറിനെ കാണാൻ പറ്റി. അദ്ദേഹം അവിടെ ഇത് ഇനോഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നേക്കായിരുന്നു. കുറേ സന്യാസിമാരുണ്ടായിരുന്നു ശരിക്കും പറയാൻ വെച്ചാൽ. നല്ലൊരു അന്തരീക്ഷമായിരുന്നു ശരിക്കും പറയാൻ വെച്ചാൽ. ഇത് നമ്മൾ യാദൃശ്ചികമായിട്ട് കണ്ടതാണ്. നമ്മുടെ വള്ളത്തോളിൻ്റെ പേരക്കുട്ടികളാണ് ഇവരൊക്കെ, കണക്ഷൻ ഉള്ളവരാണ്. അപ്പോൾ അവർക്ക് കാണിച്ചു കൊടുക്കായിരുന്നു എൻ്റെ ബുക്കൊക്കെ. അവർക്ക് ഭയങ്കര ഇഷ്ടമായി. കഥകളിനെ ബേസ് ചെയ്തിട്ടുള്ള ബുക്കൊക്കെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പി ആയി സത്യം പറഞ്ഞു. നല്ല രസമുണ്ട്, നല്ല കാരിക്കേച്ചറാന്നൊക്കെ പറഞ്ഞു. ഇനി ഞങ്ങൾ ഊണിന് വേണ്ടിയിട്ട് ഉച്ചയ്ക്കാണ് എത്തിയത്. അപ്പോൾ ഊണിൻ്റെ ക്യൂ ആണ് ഇപ്പോൾ ഈ നിങ്ങൾ കണ്ടതൊക്കെ. നല്ല തിരക്കായിരുന്നു ശരിക്ക്. 2-3 മണിക്കൂർ ആൾക്കാരൊക്കെ നിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നായിരുന്നു. ആൻഡ് ഓഫ് കോഴ്സ് നമ്മുടെ ജൂന അക്കാടെ സ്വാമിജിയെ കാണാൻ പറ്റി. ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും പറയാൻ വെച്ചാൽ. അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റി. അതൊരു ബ്ലെസ്സിങ് വേണം എന്ന് മാത്രമല്ല, പിന്നെ മോഹൻജിയെ അതേ കാണാൻ പറ്റി. അതും മോഹൻജി സ്വാമിജി അതേ കാണാൻ പറ്റിയപ്പോൾ ഭയങ്കര ഹാപ്പി ആയി സത്യം പറഞ്ഞാൽ. ഇതൊന്നും നമ്മൾ വിചാരിക്കണതല്ല. നമുക്ക് ആ കൺമുന്നിൽ, നമ്മുടെ മുന്നിൽ ഇത് ഇവരൊക്കെ നടക്കുമ്പോൾ നമുക്കത് ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ സമയത്താണ് ഈ ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്തത്. ഇങ്ങനെ ഫ്ലാഗ് ഇതിൻ്റെ അമ്പലത്തിൻ്റെ മുന്നിൽ തന്നെയാണ് ഈ ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്തേക്കണേ. ആൻഡ് അവിടെ ഒരു ഫ്രണ്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ സ്റ്റേജാണ്. ഇതാണ് ഭാരതപ്പുഴ. നിള അപ്പുറത്ത് നിളയാണ്. അപ്പോൾ അത് നിളയുടെ ആരതി കാണാൻ വേണ്ടിയിട്ട് കുറേ പേര് വന്നായിരുന്നു. അപ്പോൾ ഇത് പക്ഷേ ഉച്ചയ്ക്കാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നല്ല രസമാണ് ശരിക്കും. ഇപ്പം ഉള്ളിൽ നിന്ന്, അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഫ്ലാഗാണ് നിങ്ങൾക്ക്. അപ്പോൾ എത്ര ഹ്യൂജാന്ന് കാണാൻ പറ്റിയല്ലോ ഇത് വെച്ചേക്കണത്. ആൻഡ് ഇറ്റ് വാസ് അമേസിങ്. ഞങ്ങൾ എന്നിട്ട് സ്നാനമൊക്കെ ചെയ്തു. നമുക്ക് സൂക്ഷിച്ച് പോയിട്ട് ലൈക്ക് കുറച്ച് പേരായിട്ട് പോയിട്ട് നമുക്ക് മുങ്ങാം, അങ്ങനെയൊക്കെയാണ്. ആൻഡ് ഓഫ് കോഴ്സ് സണ്ണ് സെറ്റ് ആവാറായി. നല്ല രസമാണ് ആ വെള്ളത്തിൻ്റെ റിഫ്ലക്ഷനൊക്കെ വന്ന്. നല്ലൊരു പ്രത്യേക ആ ഒരു ഫെൻസൊക്കെ ആയി വന്നേ ഉള്ളൂ. അവിടേക്കൊന്നും നമുക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇവിടെ അരീക്കര പൂജ ചെയ്തു. അത് ഭഗവത് സേവയാണ്. ആൻഡ് ഓഫ് കോഴ്സ് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് അതല്ല, മൈക്ക് വെച്ച കാരണം എന്തൊക്കെയാണ് ഈ പറയണേ, പൂജകൾ എന്തൊക്കെയാണ് ഈ പറയണേ, മന്ത്രങ്ങൾ എന്തൊക്കെയാണ് ഈ പറയണേ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. സോ ഇറ്റ് വാസ് റിയലി ഇൻട്രസ്റ്റിംഗ് ആക്ച്വലി. ആൻഡ് ഇത് നമ്മൾ ആരതി ചെയ്യാൻ വേണ്ടി ഈ കാശിയിലുള്ള ആരതി, ഗംഗ ആരതി ചെയ്യുന്ന ആൾക്കാരെ തന്നെയാണ് കൊണ്ടുവന്നേക്കണതാണ്. അപ്പോൾ അവർ എന്നിട്ട് ബോട്ട് എടുത്തിട്ട് അപ്പുറത്തെ ഇതിലേക്ക് പോവുകയാണ് അവർ, ആ ഒരു വേദിയിലേക്ക്. നമുക്കൊന്നും പോകാൻ പറ്റിയില്ല. നമുക്ക് ഇത്രയും ദൂരത്തിൽ നിന്ന് കാണാനേ പറ്റിയുള്ളൂ.
സോ യെസ്റ്റർഡേ ഇറ്റ് വാസ് ലൈക്ക് ദാറ്റ്. അലൗ ചെയ്തില്ല അവർ. പക്ഷേ നമുക്ക് ഈ ദൂരത്തുനിന്ന് കാണാം. ആൻഡ് ഓഫ് കോഴ്സ് ഇറ്റ് വാസ് ലൈവായിട്ട് അവർ കാണിച്ചായിരുന്നു, സ്ക്രീനിൽ കാണിച്ചായിരുന്നു. പക്ഷേ നമുക്ക് ഈ ഒരു വെള്ളത്തിൽ ഇങ്ങനെ ആ റിഫ്ലക്ഷൻ കാണാമെന്ന് പറഞ്ഞാൽ അപ്പോൾ രാത്രി ആവാറായി. അപ്പോൾ അവർ കുറേ പൂജകളൊക്കെ ചെയ്തായിരുന്നു. ആ ഒരു ദൂരെ കാണുന്ന ഫ്ലാഗ്സ് ഉണ്ട്, അതൊരു പീഠം പോലെയാണ് അത് വെച്ചേക്കണേ. ആ പീഠത്തിൻ്റെ മുകളിൽ നിന്നിട്ടാണ് ശരിക്കും ഗംഗയുടെ ആരതി എങ്ങനെയോ അവരത് പ്ലേ ചെയ്തായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് അമേസിങ് ടു ഹിയർ ഓൾസോ. ഇറ്റ് വാസ് സോ സൈലൻറ്റ്. എന്തൊരു സൈലൻസ്, ഭയങ്കര പീസ്. എന്ന് വെച്ചാൽ വെള്ളവും സൈലൻ്റ് ആയിട്ടായിരിക്കണത്. ആൻഡ് ഇറ്റ് വാസ് അമേസിങ് ആക്ച്വലി. അപ്പോൾ ആരതി ആവാറായപ്പോൾ സ്ഥലമായിരുന്നു ശരിക്കും. നോക്കൂ, എനിക്ക് ആ ഇങ്ങനെ ഒഴിയണത് എല്ലാം 4 പുറം നല്ല വെയിറ്റാന്ന് പറയണേ. ആ ഒരു ഇതിന് എത്ര കിലോസ് ഉണ്ട് ആ ഒരു വിളക്ക് വെച്ചിട്ട് അവർ നിന്നിട്ടാണത് ഇങ്ങനെ ആരതി ചെയ്യണത്. ആൻഡ് ഇറ്റ് വാസ് അമേസിങ് ടു സീ ദോസ്, ആ വെള്ളത്തിൻ്റെ റിഫ്ലക്ഷൻ വരണതും അങ്ങനെയൊക്കെ. ശരിക്കും ഇറ്റ് വാസ് അമേസിങ്. അത് ഇതുവരെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. സോ ദിസ് വാസ് ദ ഫസ്റ്റ് ഹാൻഡ് എക്സ്പീരിയൻസ് എന്ന് പറയില്ലേ. അപ്പോൾ ഇങ്ങനെയായിരുന്നു. ഇതിപ്പോൾ എല്ലാ ദിവസവും ഉണ്ട് ഈ ആരതി. അപ്പോൾ അവരെന്നെ നോർത്ത് ഇന്ത്യയിൽ നിന്ന് തന്നെ കൊണ്ടുവന്നേക്കാണ്. അവരെന്നെയായി ചെയ്യണവരെ തന്നെയാണ് അവിടെ എന്താ പറയുക, അവർക്കാണ് അത് ചെയ്യാനുള്ള ഇത് ഉള്ളത്. അപ്പോൾ അവർ എന്താ വെച്ചാൽ ആക്ച്വലി ഓഡിയോ നിങ്ങൾക്ക് കേൾക്കാം. അവർ വെച്ചിട്ടുണ്ട്. ആദ്യം അവർ കുറേ മന്ത്രങ്ങൾ ജപിച്ചു മൈക്കിൽ കൂടെ. അത് കഴിഞ്ഞ് പിന്നെ ഈ ഡമുറു ഒക്കെ ഉണ്ട് ഇതിൽ, വലിയ ഡമുറു. അതിൻ്റെ ശബ്ദവും ശരിക്കും ശിവൻ്റെ താണ്ഡവമൊക്കെ, ശിവതാണ്ഡവം ഉണ്ടായി. ലാസ്റ്റ് കേൾക്കണതൊക്കെ ശിവതാണ്ഡവമാണ്. അപ്പോൾ ശിവതാണ്ഡവത്തിൻ്റെ അപ്പോൾ ഇറ്റ്സ് ലൈക്ക് വിഷ്ണു ഭഗവാൻ അവിടെ ഉണ്ട് ആൻഡ് ശിവനും എല്ലാവരെയും ഇപ്പോൾ ബ്രഹ്മാവും ഉണ്ടല്ലോ അവിടെ. അപ്പുറത്ത് ബ്രഹ്മാവിൻ്റെ ഒരു ടെമ്പിൾ ഉണ്ട്. അപ്പോൾ അവിടെ പൂജയൊന്നും നടക്കായിരുന്നില്ല. അപ്പോൾ അതൊക്കെ ഈ ഒരു ഇതോട് കൂടിയിട്ട് അതൊക്കെ ലൈക്ക് റീക്രിയേറ്റ് ചെയ്യണം, അതിനെക്കുറിച്ച് റിവൈവ് ചെയ്ത് കൊണ്ടുവരിക എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിളയുടെ ഭാഗത്താണ് പൂജ ചെയ്തത്. ഇനി വേണമെങ്കിൽ അത് കഴിഞ്ഞിട്ട് കുറച്ച് പേർക്ക് ഈ ഭാഗത്ത് നമ്മുടെ അമ്പലത്തിൻ്റെ ഭാഗത്ത് സ്നാനം ചെയ്യാം, അല്ലെങ്കിൽ നിളയിൽ പോയി സ്നാനം ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു ഇന്നലത്തെ വിശേഷം. ഇറ്റ് വാസ് സോ അമേസിങ്. ഇറ്റ് വാസ് വെരി ബ്ലെസ്ഡ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ ജോയിനിങ് മീ ഇൻ ടു ദിസ് കുട്ടി വീഡിയോ.